യു എക്കെതിരെ അതിശക്തമായ ഭീഷണിയുമായി ഇറാൻ. യു എയിലെ റാസുൽ ഖൈമ ഉപയോഗപ്പെടുത്തി ഹോർമുസ് കടലിടുക്ക് തുറക്കാനുള്ള നീക്കം അമേരിക്ക നടത്തുന്നു എന്ന വിവരം ലഭിച്ച അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ഭീഷണിയുമായി ഇറാന്റെ IRGC രംഗത്തെത്തിയിരിക്കുന്നത്. ഇറാൻ സൈന്യം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നിലവിൽ ഒരു വ്യക്തമായ സൈനിക ഭീഷണി യു എയിൽ നിന്ന് ഉയർന്നിട്ടില്ല. അതേസമയത്ത് ഇപ്പോൾ പ്രചരിക്കുന്ന ഒരു സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ഇറാന്റെ സൈന്യം പറഞ്ഞിരിക്കുന്നുണ്ട്. ഇദാ തഹവ്വലൽ ഇമാറാത്തിയൂന ഇലാ ഉൽഊബത്തിൻ ബിയദി ഇസ്രായേൽ, ഇസ്രായേലിന്റെ കയ്യിലെ കളിപ്പാവയായി യു എ മാറുകയാണെങ്കിൽ വർതകബു അയ്യ ഹമാഖത്തിൻ ഫസയുലഖൗന ദർസൻ ലൻ യൻസഹു അബദ, ഒരിക്കലും മറക്കാത്ത ശക്തമായ തിരിച്ചടി യു എ ഏറ്റുവാങ്ങേണ്ടി വരും. ഫീ ഹാലിൻ അഖ്ദമത്തിൽ ഇമാറാത്തു അലാ അയ്യി ഖത്വത്തിൻ ഗൈറ അഖ്ലാനിയ, ബുദ്ധിപരമല്ലാത്ത ഏതെങ്കിലും നീക്കം യു എ നടത്തി കഴിഞ്ഞാൽ സതതഹവ്വലു കാഫത്തു മസാലിഹ ഇലാ അഹ്ദാഫിൽ ഇറാൻ, യു എയുടെ എല്ലാ താല്പര്യങ്ങളും ഇറാന്റെ നിയമപരമായ ലക്ഷ്യങ്ങളായി മാറും. വലൻ തകൂന അയ്യു നുഖ്തത്തിൻ മിൻ മുൻശഅതിഹാ ഫി മഅ്മൻ, അവരുടെ ഏതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആവട്ടെ, ഏതൊരു താല്പര്യങ്ങളും അത് സുരക്ഷിതമായിരിക്കുകയില്ല എന്നാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. വഅശാറൽ മസ്ദറുൽ അസ്കരി ഇലാ അന്നൽ ഇമാറാത്ത് തുദ്രികു ജയ്യിദൻ അന്നഹ തഈഷു ഫി ബൈത്തിൻ സുജാജി റഖീഖ് വഹ്ശിൻ ലിൽ ഗായ, ഒരു പളുങ്കു കൊട്ടാരത്തിനുള്ളിലാണ് യു എ ഉള്ളത് എന്ന കാര്യം അവർക്കറിയാം. വഅന്ന ഗിയാബൽ അംനി യുമസ്സിലു സുമ്മൻ റുആഫൻ ബിന്നിസ്ബതി ലഹാ, യു എയെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതത്വം നഷ്ടപ്പെടുക എന്നത് അവർക്ക് ഏറ്റവും മാരകമായ ഒരു കാര്യമായിരിക്കുമെന്ന് യു എക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഇതുവരെ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയാൽ യു എയുടെ എല്ലാ താല്പര്യങ്ങളും തകർത്ത് കളയുമെന്നാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് 40 ദിവസം ഇപ്പോൾ നിലവിൽ നടന്ന യുദ്ധം വീണ്ടും ആവർത്തിക്കുവാനാണ് താല്പര്യമെങ്കിൽ ഞങ്ങൾ പിന്നീട് മറ്റൊരു കാര്യവും ചിന്തിക്കുകയില്ല. സയനിസ്റ്റുകളുടെ ഈ താവളത്തിനോട് ഞങ്ങൾ പെരുമാറുക സയനിസ്റ്റിന്റെ ഒരു കേന്ദ്രമായി, സയനിസ്റ്റിന്റെ ഒരു ആസ്ഥാനമായി, അവരുടെ ഒരു സംവിധാനമായി ഞങ്ങൾ ഈ യു എയെ പരിഗണിക്കും. അതിൻ്റെ ഒരു പാർട്ടായി പരിഗണിച്ച് ശക്തമായ രൂപത്തിലുള്ള ആക്രമണം യു എക്ക് നേരെ നടത്തേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു നീക്കത്തിൽ നിന്ന് യു എ പിന്മാറുന്നതായിരിക്കും അവർക്ക് നല്ലത്. ഇപ്പോൾ നിലവിൽ എന്താണ് പ്രധാനപ്പെട്ട സാഹചര്യം? ഇവിടെ നമുക്കറിയാം, ഇതാണ് ഹോർമുസ് കടലിടുക്ക്, ഇതാണ് റാസുൽ ഖൈമ എന്ന അറബിയിൽ നമ്മൾ റാസുൽ ഖൈമ എന്ന് പറയാറുള്ള ഈ ഭാഗം ഇവിടെയാണ്. ഇപ്പോൾ ഇവിടെ അമേരിക്കയുടെ ശക്തമായ വ്യോമസേനയുണ്ട് എന്ന് മാത്രമല്ല, ഇവിടെ ചില ആക്ടിവിറ്റീസുകൾ ഇപ്പോൾ വ്യോമസേന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ആക്ടിവിറ്റികൾ അമേരിക്കയുടെ യുദ്ധക്കപ്പലിന് കടന്നു വരാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ റാസുൽ ഖൈമ ഭാഗത്തെ ഇവിടെ വ്യോമസേനയുടെ അകമ്പടിയോടുകൂടെ, ഹെലികോപ്റ്ററുകളുടെ അകമ്പടിയോടുകൂടെ അമേരിക്കൻ കപ്പലുകൾക്ക് ഹോർമുസ് കടലിടുക്ക് കടന്നു വരാനുള്ള നീക്കമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ യു എ കേന്ദ്രമാക്കി അമേരിക്ക നടത്താൻ പോകുന്നത്. ഇതുവരെ യു എ അടക്കമുള്ള അറബ് രാഷ്ട്രങ്ങൾ അമേരിക്കക്ക് നേരിട്ട് താവളങ്ങളും സംവിധാനങ്ങളും നൽകുകയില്ല എന്നതായിരുന്നു നിലവിലുണ്ടായിരുന്ന സാഹചര്യമെങ്കിൽ നേരിട്ട് അമേരിക്കക്കും ഇസ്രയേലിനും സംവിധാനം ഒരുക്കുക വഴി അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ യു എ ഉപയോഗപ്പെടുത്തി നടത്തുക എന്നതാണ് ഇവിടെ ഇറാൻ പുതിയ ഭീഷണി എന്ന രൂപത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. എന്നാൽ അത്തരം ഒരു കാര്യമുണ്ടായാൽ യു എയെ പൂർണ്ണമായി ആക്രമിക്കും എന്നാണ്. യു എയുടെ അബുദാബി അടക്കമുള്ള ദുബൈ അടക്കമുള്ള ഭാഗങ്ങളെല്ലാം തീരപ്രദേശങ്ങളാണ്. ആ പ്രദേശങ്ങളെ ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ ലളിതമായ ലക്ഷ്യമായി അവർക്ക് അതിനെ ആക്രമിക്കാൻ സാധിക്കും. അതുകൊണ്ട് അത്തരം ഒരു നീക്കങ്ങളിലേക്ക് യു എ പോകരുത് എന്നാണ് ഇറാൻ പറയുന്നത്. അതേസമയം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേൽ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കേന്ദ്രം ഇവിടെ ലഭിച്ചു കഴിഞ്ഞാൽ ഇറാനെ പോലെ തന്നെ മറ്റൊരു ഭാഗം ഇവിടെ സൈനിക നീക്കം നടത്താൻ അമേരിക്കക്കും സാധിക്കും. എന്നാൽ അത്തരത്തിലുള്ള നീക്കങ്ങളോടെല്ലാം പ്രതികരിക്കേണ്ടത് എങ്ങനെയെന്ന കാര്യം ഇറാൻ അറിയാം. ഇറാൻ അത്തരത്തിലുള്ള നീക്കങ്ങൾക്കുള്ള മറുപടികളെല്ലാം അവരുടെ സൈനിക സംവിധാനങ്ങളിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകമായി ഈ ഹോർമുസ് കടലിടുക്കിന്റെ ഭാഗത്തുള്ള ചില ദ്വീപുകളുണ്ട്. പ്രധാനമായും അബൂ മൂസ, ഇത് യു എയോട് അടുത്ത് നിൽക്കുന്ന ഭാഗമാണ്. അബൂ മൂസ, അതുപോലെ തന്നെ ഗ്രേറ്റർ തമ്പ്, ലേസർ തമ്പ് തുടങ്ങിയ
ഈ ദ്വീപുകൾ ഇവിടെയെല്ലാം ഇറാന്റെ ശക്തമായ സൈനിക സാന്നിധ്യമുണ്ട്. ഈ സൈനിക സാന്നിധ്യം ഇതിന്റെ ഇടയിൽ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഈ ആക്രമണങ്ങൾ, അമേരിക്കയുടെ കപ്പലുകൾ തുടങ്ങിയ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താൻ സാധിക്കും. ഈ 3 ദ്വീപുകളും UAEയും അതുപോലെ ഇറാനും തമ്മിൽ തർക്കത്തിൽ നിലനിൽക്കുന്ന ദ്വീപുകളാണ്. എന്നാൽ അവിടെ ഇപ്പോൾ ഇറാന്റെ പൂർണ്ണമായ സ്വാധീനവും സൈനിക സംവിധാനങ്ങളും നിലവിലുണ്ട്. അത് അമേരിക്കൻ കപ്പലുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന കാര്യമാണ്.